നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുകുലത്തിലെ കർണാടക മാഷാണ്. ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇതിൽ എളിവലി മർമ്മം. കാരണം അതെന്താ, ഇത് സാധാരണ ഒരു എതിരാളിക്ക് ചെയ്യുന്ന വിദ്യയാണ്. മരിക്കില്ല, പക്ഷേ ശരീരത്തിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റും, സൈഡിലേക്ക് ചരിഞ്ഞു പോകും. ഈ മർമ്മസ്ഥാനം എന്ന് പറയുന്നത് നോക്കി, എളിവലി മർമ്മം ഉണ്ട്. ഞരമ്പോലിയൻ എന്ന കളരിപ്പിടുത്തത്തിൽ ഈ മർമ്മം വ്യക്തമായി കാണുവാനും ആക്രമിക്കുവാനും സാധിക്കും. ഇളവാരിക്ക് താഴെ നട്ടിലോട് ചേർന്ന് അരക്കെട്ടിലേക്ക് വരുന്ന ഒരു വലിയ ഞരമ്പ് കാണാം. ഈ ഞരമ്പിൽ നട്ടലിനോട് ചേർന്ന് വെട്ടിയാൽ ആളിൻ്റെ സമനില തെറ്റും, വെട്ടേറ്റ ഭാഗത്തേക്ക് ചരിയുന്നതാണ്. അയാളെ നേരെയാക്കണമെങ്കിൽ മറുഭാഗത്ത് അതേപോലെ വെട്ടേണ്ടതാണ്. ഇത് നോക്കി വെട്ടുകണ്ടോ, എളിവലി മർമ്മം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്താണത്. അത് പിൻഭാഗത്താണ്, കാണിച്ചു തരാം. നോക്കി ഇവിടെ. അതായത് നമ്മുടെ വീടുകളിൽ പണിക്ക് വരുന്ന പണിക്കാരായിരിക്കണം. അല്ലാതെ ഒരുപാട് മാംസമുള്ള ശരീരമായാൽ അത് കാണാൻ പറ്റില്ല. മാംസം കുറഞ്ഞ് ആരോഗ്യമുള്ള ശരീരത്തിൽ പിൻഭാഗത്ത് അവർ മഴ ഉപയോഗിക്കുകയോ തൂമ്പ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് വെട്ട് പണിയെടുക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിയുണ്ടോ, ഇങ്ങനെ രണ്ട് ഞരമ്പുകൾ ഇളകുന്നത് കാണാം. ഈ രണ്ട് ഞരമ്പും ഇങ്ങനെ പരസ്പരം ഇളകുന്നത് കാണാം. ഈ വലിയ ഞരമ്പിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ അറ്റാക്ക് ചെയ്താൽ അപ്പോൾ പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നോക്കിയത് ഈ പൂച്ച മുഴയ്ക്കുക അങ്ങനെയൊക്കെ പറയുന്നത്, ഇവിടുന്ന് വലിച്ചു വീഴുമ്പോൾ ഇവിടെ ചെറിയൊരു മുഴ വരും. അതേമാതിരിയുള്ള ഞരമ്പ് തന്നെയാണ് ഈ ഞരമ്പ്. ഇതിൽ വെട്ടിയ ഒരു ചുളുക്കം ഉണ്ടാവും. ചുളുക്കിയാന്ന് പറഞ്ഞാൽ ചരിഞ്ഞു പോകും. ചരിഞ്ഞു പോകുമ്പോൾ ആ ചരിവിൽ അവന് തിരിച്ചു വേണമെങ്കിൽ അതേ മറുഭാഗം അതുപോലെ വെട്ടണം. വെട്ടിയാൽ മാത്രം അത് തിരിഞ്ഞു പോകും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ചെയ്തതെന്നല്ല, അങ്ങനെ ചെയ്തിട്ടുള്ള തമാശയായിട്ടാണ്. കുട്ടികൾക്ക് വേണേൽ ചെയ്ത് നോക്കാം. പക്ഷേ മറുഭാഗം അതുപോലെ വെട്ടിയിരിക്കുന്നത് അതിന് കുറേ കാലം കൊണ്ടേ നേരെയാവുള്ളൂ. അതിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. നോക്കി, ഇവിടെ രണ്ട് വെട്ട കാണിക്കുന്നു. ഒന്ന് കൈത്തണ്ടയിലെ ചുളുക്ക് മർമ്മത്തിൽ വെട്ടും. അത് തിരിഞ്ഞ് വന്ന് ഇരട്ട വെട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇരട്ട വെട്ടിൽ വരുന്നതാണ് കളരി മുറയിലെ വെട്ടം. ഇരട്ട വെട്ടം ഒന്ന് കയ്യിലെ ചുളുക്ക് മർമ്മത്തിൽ വെട്ടും. ചുളുക്ക് മർമ്മം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ കണ്ടോ, ഇതിനുള്ളിൽ ചുളുക്ക് മർമ്മത്തിൽ വെട്ടും. രണ്ടാമത്തെ വെട്ട് വരുന്നത് ഈ പിൻഭാഗത്തെ ഈ വലിയ ഞരമ്പിൽ വെട്ടിയ ഉടനെ അന്ന് ചുളുങ്ങി ആൾ ബോധം വീഴുന്ന ആളപ്പോഴെ തറയിൽ വീഴും. ഉടനെ ബോധമൊന്നും പോയില്ല, പക്ഷേ പേടിക്കേണ്ട, ആൾ ഏറ്റു വരില്ല, തറയിൽ വീഴ് തന്നെയും കുറേ കഴിഞ്ഞിട്ട് ഏറ്റു പോകും. അത് പോയിക്കോട്ടെ, നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം ധാരാളമായിട്ട് കിട്ടും. ഇതാ കടാരിക്ക് കുത്തുകയാണ്. ഇവർ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഇന്ന് ഇദ്ദേഹമാണ് കുത്താൻ പോകുന്നത്. ഇദ്ദേഹം അത് വീഴിക്കുന്നത് കാണിച്ചു തരും. ശ്രദ്ധയോടുകൂടി കാണുക. വളരെ പ്രയാസം കുറഞ്ഞ, എന്നാൽ അപകടം വരാത്തൊരു മർമ്മസ്ഥാനമാണിത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുക. റെഡി? ഓക്കെ. 1 2 ഓക്കെ. ഇത്രയേ ഉള്ളൂ. മരണമൊന്നുമില്ല, ആർക്കും ഒരു മരണവും ഇല്ല. പക്ഷേ അതൊരു രസമാണ്. കുറേ കഴിഞ്ഞ് ഏൽപ്പിച്ച് വിടണമെന്ന് മാത്രം. ഇത് കണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. മാഷ ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ച ആ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരെല്ലാം ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ ക്യാമ്പിലുണ്ടായിരുന്നവരാണ് ഇവരെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെയൊക്കെ അടുത്തുള്ളവരാണെങ്കിലും അഥവാ ഇനി കുറച്ച് ദൂരെ ആണെങ്കിലും ശരി, നിങ്ങൾക്കൊരു എതിരാളി അവിടെ ഉണ്ട്. നിങ്ങൾ പോകുന്നവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായി നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലെതിലൊന്നും ഓടേണ്ട, ഇവരെ സമീപിക്കണം. ഞാൻ കൊടുക്കുന്ന അതല്ല, ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയാവുന്ന വിദ്യകൾ, അറിയാവുന്ന വിദ്യകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം എല്ലാവരുടെയും ജീവനാണ് വലുത്. അത് നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് അറിയാവുന്ന വിദ്യകൾ നിങ്ങൾക്ക് തരാൻ നിങ്ങളും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. ഈ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകം ഓർക്കുക, വളരെ നല്ല സ്വഭാവമുള്ളവരെ ഒരിക്കലും അവർ ആക്രമിക്കത്തിന് വരില്ല. പക്ഷേ നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ വന്ന് അവരോട് സങ്കടം പറയുക. അവരത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ഈ ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. പിടിച്ചോ. പേര് പറഞ്ഞു. ഞാൻ ദീപക്, ആർമിയിൽ വർക്ക് ചെയ്യുന്നു. കോട്ടയത്തു നിന്ന് വന്നതാണ്. ആയോധനകലകൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും മാഷിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയത്. ഈ ചുരുങ്ങിയ 3 സമയത്ത് ഇതിനിടയ്ക്ക് ഒരു 30 വർഷം കൊണ്ട് പഠിച്ചാൽ കിട്ടത്തില്ലാത്ത അത്ര അറിവുകളാണ് മാഷിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ഒരു അക്രമിയെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നേരിടാമെന്നുള്ളതെല്ലാം വളരെ വിശദമായി തന്നെ മാഷ് നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഷിനോജ്. കുവൈറ്റിലെ ആയുർവേദ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. തൃശ്ശൂരാണ് വീട്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും മർമ്മ ഇതുണ്ടെങ്കിലും ഇത് നമ്മുടെ കന്നഡ മാഷിൻ്റെ അടുത്ത് വന്നപ്പം
ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാം 3 ദിവസം കൊണ്ട് ചുരുങ്ങിയ ഏറ്റവും കൂടുതൽ നമുക്ക് മർമ്മങ്ങൾ കിട്ടി. അതിലൊരു അക്രമിയെ എങ്ങനെ നമുക്ക് തറയെ പറ്റിക്കാം, സ്വയം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതെല്ലാം ഈ ഒരു 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് മാക്സിമം നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ പേര് സൂര്യാംശ് എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേയൊക്കെ മാർഷൽ ആർട്സ് ഉണ്ടെങ്കിലും എങ്ങനെ ഒരാളെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് വീഴ്ത്താൻ പറ്റും, നമ്മുടെ എതിരെ വന്നാൽ എങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്ന് ഈ 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് മനസ്സിലായി. വളരെ നല്ല ക്ലാസ് തന്നെയാണ്. താങ്ക് യു. എൻ്റെ പേര് അരുൾ ജ്യോതി. ഞാൻ പാലക്കാട് ജില്ല തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള നമ്മുടെ കണ്ണാടൻ മാഷ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് വീട്. പക്ഷേ എത്രയോ ദൂരത്ത് നിന്ന് തിരഞ്ഞു വന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 6-7 പേര് ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. അത് കോട്ടയത്ത് നിന്നും പത്തനംതിട്ട നിന്നും തൃശ്ശൂരിൽ നിന്നും അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങേയറ്റത്തു നിന്നുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നത് കണ്ടു. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബെൽറ്റുകാരൻ എങ്ങനെയാണോ കിട്ടുന്ന അയാൾക്കുള്ള അറിവ് അതിലപ്പുറമാണ് നമുക്കിവിടെ ഒരു 3 ദിവസം കൊണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ ഇത് നമ്മൾ ആയോധന കലകൾ പലതും ഉണ്ടെങ്കിലും ഇത് മർമ്മക്കളരിയാണ്. വിരൽ കൊണ്ടാണ് ഇതിൻ്റെ ഓരോ പ്രയോഗങ്ങൾ ചെയ്യുന്നത്. നമ്മൾക്ക് യാതൊരുവിധ ആയുധങ്ങളും ഇതിലേക്ക് ആവശ്യമില്ല. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ചിലർ വിചാരിക്കും യൂട്യൂബ് കാണുമ്പോൾ തന്നെ ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത, ഇങ്ങനൊരു കഴിയുമോ എന്നൊക്കെ ഒരു ധാരണയുണ്ടാവും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞവരുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾക്ക് എതിരിടാൻ കഴിയില്ല എന്ന് 100% സത്യസന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ കണ്ണാടൻ മാഷ് നമ്മളെ ഇവിടെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് പറഞ്ഞാൽ ഒരു മക്കളെ പോലെയാണ് സ്വീകരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കളരിമർമ്മ ചികിത്സ ചവിട്ടി ഉഴിച്ചിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ആഗ്രഹമായിരുന്നു. യൂട്യൂബ് വീഡിയോ എപ്പോഴും കാണും. അപ്പോൾ ഇത് കോരിച്ചൊരിയുന്ന മഴ എന്ന് വേണമെങ്കിൽ പറയാം. 2-3 ദിവസം നമ്മുടെ കേരളത്തിലെ എല്ലാവരും അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങേയറ്റം വരെ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആവശ്യക്കാരനായതുകൊണ്ടാണ് ഈ 6 പേര് ഇവിടെ എത്തിപ്പെട്ടത്. ചിലവർ മഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഇതെല്ലാം പറഞ്ഞ് മാറി നിൽക്കും. പക്ഷേ നമ്മളിവിടെ എത്തിപ്പെട്ടത് ആവശ്യക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവനെ, വിശപ്പുള്ളവനെ ഭക്ഷണം കൊടുക്കണം. അതേപോലെ ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ 100% ഒന്നുകിൽ ഞങ്ങളെപ്പോലെയുള്ളവരെ സമീപിക്കുക, അല്ലെങ്കിൽ കണ്ണാടൻ മാഷെ സമീപിക്കുക. 100% നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും. ഇത് മൺമറഞ്ഞു പോകുന്ന ഒരു കലയാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ വീഡിയോയിലും മാഷ് പറയാറുണ്ട്. കണ്ണാടൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആകും എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ സമീപിക്കുക, അല്ലെങ്കിൽ കണ്ണാടൻ മാഷെ സമീപിക്കുക. 100% നിങ്ങൾ സക്സസ് ആവും. ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. എൻ്റെ പേര് ജീവൻ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഏകദേശം 205 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വരുന്നത്. ഞാൻ പല മാർഷൽ ആർട്സും പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട് ഒരു 7-8 പേര് വരുവാണെങ്കിൽ, ഒരു ആയുധം കൊണ്ട് വരുവാണെങ്കിൽ, ഏത് രീതിയിൽ വരുവാണെങ്കിലും നിഷ്പ്രയാസം എങ്ങനെ വീഴ്ത്താമെന്ന് മാഷിൻ്റെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള പല ആയുധങ്ങളിലും പല സ്റ്റെപ്പുകളും വെറുതെ ആയിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം അത്ര എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര ദൂരത്താണെങ്കിലും അത് മുടക്കല്ലേ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതും കൊണ്ട് പ്രയോജനപ്പെടും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ഷിബിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. ഞാൻ ടീച്ചറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ലോകത്താണ്. കാരണം ഇത്രയും ഈ ഒരു മാർഷൽ ആർട്സ് ഉണ്ട് എന്ന് എനിക്ക് അറിയണ്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നത്. എന്താ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല വാക്കുകൾ. കാരണം അത്രത്തോളം ഈ 3 ദിവസം ഇവിടെ മാഷിൻ്റെ അത്രയും നല്ലൊരു ക്ലാസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യോഗകൾ, മനസ്സിനെ തൃപ്തിയാക്കുന്ന ഒരുപാട് നല്ല യോഗ ക്ലാസ്സുകൾ എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം. ഇനിയും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. 100% നിങ്ങൾക്ക് ഇത് ഗ്യാരണ്ടിയാണ്. താങ്ക് യു. 274 മർമ്മങ്ങൾ. ആദ്യം ഞാൻ 3 മർമ്മങ്ങളാണ് എഴുതിയത്. അത് കഴിഞ്ഞ് 97 എന്ന് പറയുന്നത്. പിന്നെ കണ്ട 274 മർമ്മങ്ങളുടെ ആ വലിയ പുസ്തകം. അപ്പോഴേക്ക് കിട്ടിയ മർമ്മങ്ങളെല്ലാം തലമുറയ്ക്ക് മാറ്റണമെങ്കിൽ റെക്കോർഡാക്കി വെക്കണ്ടേ. ഈ ബുക്ക്
ഞാൻ ഈ മർമ്മങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയണ്ടേ, തരണ്ടേ. അന്ന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും എഴുതി റെക്കോർഡുകളാക്കി ചിത്രങ്ങളോടുകൂടി ഞാനത് കൈകാര്യം ചെയ്തു വെച്ചു. കാരണം എൻ്റെ സഹോദരങ്ങളല്ലേ, എൻ്റെ മക്കളല്ലേ ഭൂമിയിലുള്ളതെല്ലാം. ആരുടെയും വെട്ടും കുത്തും കൊള്ളണ്ട. നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അവനെയും കൂടി നമ്മൾ ശരിയാക്കി വിടുകയാണ്. അവനെയും കൂടി തറയിൽ വീഴ്ചിട്ട് കുറേയൊക്കെ ഞേറ്റ് പോകുമ്പോൾ പിന്നെ അവൻ ഒരു ആയുധമായിട്ട് പോകാൻ കഴിയില്ല. അതിന് വേണ്ടിയാണ് ചെയ്തത്. അതിൽ കഴിഞ്ഞാണ് 320 മർമ്മങ്ങൾ, വീണ്ടും ഇപ്പോൾ 381 മർമ്മസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി പുസ്തകത്തിലാക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്കും ലോകത്തിനൊക്കെ സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം ഇത് കാണുക. എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഈ വിദ്യകൾ കൊടുക്കുന്നുണ്ട്, ഒന്നും കൊണ്ടുപോകുന്നില്ല. അവരിൽ നിന്നും തലമുറകൾക്ക് കിട്ടട്ടെ, അവരിൽ നിന്ന് അവർ തരികയും ചെയ്യും. അത്ര നല്ല കുട്ടികളാണ് അവർ. ഞങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ കേൾക്കാൻ നിന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.